മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇപ്പോൾ ലൈവിൽ അനുമോൾ ഒരുവിധം ധൈര്യമൊക്കെ സംഭരിച്ച് പോയി അനീഷിനോട് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് ഞാൻ വരുന്നില്ല, എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ അനുമോളോട് പറയുന്നു. അനുമോള് ചമ്മി നാറി എന്ന് തന്നെ പറയാം, നല്ല രീതിയിൽ നാണക്കേടായി. എന്നിട്ട് അനുമോൾ ഒറ്റയ്ക്ക് മൈജി കോർണറിൽ പോയിരിക്കുന്നു. അതിനുശേഷം ആദിലെ വിളിക്കുന്നു, നൂറെ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് അനുമോൾ അവരോട് പറയുന്നുണ്ട്, ഞാൻ അനീഷേട്ടനെ പോയി വിളിച്ചു, അനീഷേട്ട മൈജി കോർണറിലേക്ക് ഒന്ന് വരുമോ, ഒന്ന് സംസാരിക്കാനാണെന്ന്. പക്ഷേ അനീഷേട്ടന് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ നിനക്ക് അവിടെ ഇരുന്ന് സംസാരിച്ചുകൂടെ എന്ന് ആദില ചോദിക്കുന്നു. അപ്പോൾ അനുമോള് പറയുന്നത്, അവിടെ ക്യാമറയുണ്ട്, കൂടാതെ അവിടെ ഇരുന്ന് ഷൗട്ട് ചെയ്താൽ എല്ലാവരും അറിയും, ഞാൻ ഇനി സംസാരിക്കുന്നില്ല. എന്നിട്ട് അനുമോള് തന്നെ പറയുന്നു, 2 വർഷം ചിലപ്പോൾ അനീഷേട്ടൻ കാത്തിരിക്കുമായിരിക്കും. അപ്പോൾ അനീഷേട്ടന് 40-41 വയസ്സാവും. അയ്യോ, ആലോചിക്കാൻ പോലും വയ്യ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിക്കുന്നത് ഒന്നെങ്കിൽ എൻ്റെ സെയിം ഏജ് ആയിരിക്കണം, അല്ലെങ്കിൽ 1-2 വയസ്സിന് മൂത്തതാണേലും കുഴപ്പമില്ല, മാക്സിമം പോയാൽ 3 വയസ്സ് വരെ. അപ്പോൾ നൂറയും പറയുന്നുണ്ട്, അയ്യോ വാർദ്ധക്യമായി എന്ന്. അപ്പോൾ ആദില സീരിയസ് ആയിട്ട് തന്നെ അനുമോളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പ്രായമാണോ ഒരു പ്രശ്നം? നീ പ്രായം മാറ്റി വെച്ചിട്ട് പറ, അയാളെ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. ഉടനെ അനുമോള് പറയുന്നുണ്ട്, ഒന്ന് പോയേടി, ആരെങ്കിലും പ്രായം നോക്കിയിട്ടാണോ സ്നേഹിക്കുന്നത്? ഞാൻ അയാളെ അങ്ങനെ കണ്ടിട്ടില്ല, അയാളെ ഞാൻ എൻ്റെ ഒരു ചേട്ടനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇവിടെ ഏജിൻ്റെ കാര്യം എടുത്തിട്ടത് അനുമോള് തന്നെയാണ്. അതുകൊണ്ടാണ് ആദിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. പക്ഷെ അനുമോള് പറയുന്നത്, ഞാൻ അങ്ങനെ അയാളെ കണ്ടിട്ടേയില്ല, ഇനി ചിലപ്പോൾ ഞാൻ സംസാരിക്കാൻ വിളിച്ചപ്പോൾ അനീഷേട്ടൻ വരാതിരിക്കുന്നത് അങ്ങനെ പറയണ്ടായിരുന്നു, രാവിലെ പ്രപ്പോസ് ചെയ്യണ്ടായിരുന്നു എന്ന് അനീഷേട്ടന് തോന്നിയിട്ടുണ്ടാവും, അതായിരിക്കും ചിലപ്പോൾ വരാത്തത്. എന്തായാലും ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല എന്നാണ് അനുമോൾ പറയുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.